ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് വിനിയാൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫേവറേറ്റ്സായ സ്പെയിൻ്റെ മത്സരം കേബോ വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ അതൊരു ഡ്രോയിലാണ് കലാശിച്ചത്. അതിന് കാരണം കേബോ വെർഡയുടെ ആ ഗോൾ കീപ്പർ എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ്. ആ മാച്ചിന് മുന്നേ ആ ഗോൾ കീപ്പറിന് 50 kg ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ മാച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശേഷം എബൌട്ട് 10K ഫോളോവേഴ്സായി. പിന്നെ ന്യൂസിലാൻഡ് വേഴ്സസ് ഇറാഖ് മാച്ചിൽ അതൊരു 2-2 ഡ്രോയിലാണ് കലാശിച്ചത്. പിന്നെ സൗദി അറേബ്യ വേഴ്സസ് യുറുഗ്വേ മാച്ചും അതേപോലെ ഡ്രോയിൽ അവസാനിച്ചു. ഇതാണ് കഴിഞ്ഞ മാച്ചിലെ റിസൾട്ട്. ഓസ്ട്രേലിയ ജോർദാനെ 3-1 തോൽപ്പിച്ചു. അങ്ങനെ മാച്ച് വിജയിച്ചു. പിന്നെ കിലിയൻ എംബാപ്പെ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ വേൾഡ് കപ്പിൽ 14 ഗോൾ സ്കോർ ചെയ്തു. പിന്നെ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ മാച്ചിൽ ഫ്രാൻസ് വിജയിച്ചു. എംബാപ്പയുടെ ബ്രില്യൻസ്. പിന്നെ മെസ്സി അർജൻറ്റീനയുടെ ഫസ്റ്റ് മാച്ചിൽ മെസ്സി ഹാട്രിക് സ്കോർ ചെയ്തു. മെസ്സിയുടെ 6ാമത്തെ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് അതൊരു വിന്നിലൂടെയാണ് തുടങ്ങിയത്. പിന്നെ ഡിഫെൻഡിങ് ചാമ്പ്യൻസായ അർജൻറ്റീനയ്ക്ക് നല്ലൊരു വിജയം. പിന്നെ മെസ്സി ഏകദേശം ക്ലോസിനൊപ്പം എത്തി. ഒരു ഗോളും കൂടി അടിച്ച മെസ്സിയാവും ഈ വേൾഡ് കപ്പിലെ ബെസ്റ്റ് ടോപ്പ് സ്കോറർ. നോർവേ വേഴ്സസ് ഇറാൻ മാച്ചിൽ നോർവേ ജയിച്ചു. ഹാളണ്ടിൻ്റെ ബ്രൈസും പിന്നെ നോർവേക്ക് വേണ്ടി 2 പ്ലേയേഴ്സ് സ്കോർ ചെയ്തു. പിന്നെ ഹാളണ്ടും എംബാപ്പയും 2-2 ഗോളുകൾ അവരുടെ കൺട്രീസിന് വേണ്ടി സ്കോർ ചെയ്തു. ഇനി നോർവേയും ഫ്രാൻസ് മാച്ചും മത്സരം വരുന്നുണ്ട് അവരുടെ ഗ്രൂപ്പിൽ. പിന്നെ പോർച്ചുഗൽ അവരെ പറ്റി എന്താ പറയുക, കാരണം പോർച്ചുഗലിന് വിൻ ചെയ്യേണ്ട മത്സരമായിരുന്നു. ആസ് എ റൊണാൾഡോ ഫാൻ എന്നുള്ള രീതിക്ക് ആ മെസ്സിയുടെ ആ ഹാട്രിക്കിന് ഒരു തിരിച്ചടി കൊടുക്കണമായിരുന്നു. പക്ഷേ കോങ്കോക്കെതിരെ 1-1 ഡ്രോ ആയാലാണ് മത്സരം അവസാനിച്ചത്. പിന്നെ അവരുടെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് ജാവോ നെവസ് ആണ്. 6ാമത്തെ മിനിറ്റിൽ ജാവോ നെവസ് ഗോൾ സ്കോർ ചെയ്തു. DR കോങ്കോയ്ക്കായി വിസയും സ്കോർ ചെയ്തു. അപ്പോൾ അത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.